ബുക്ക് എടുത്തോ കേട്ടോ. അപ്പൊ നേരത്തെ നമ്മൾ സെറ്റ് ഓൾറെഡി കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് എന്ത് സെറ്റ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അല്ലാത്തവര് കുറച്ച് നേരത്തെ വന്നിട്ട് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ ഞങ്ങള്. അപ്പൊ നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിപ്പോ ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് പറയുമ്പോൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ പേര് പറയണേ, പലരും പലതായിരിക്കും പറയണേ അല്ലെ. അപ്പൊ അത് നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണല്ലേ. ഇനി അടുത്തത് എം ടി സെറ്റ് എന്താന്ന് പറഞ്ഞല്ലേ. എം ടി സെറ്റ് എന്ന് പറഞ്ഞ എന്താ? ഒരു സെറ്റില് എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയണത്? എം ടി സെറ്റ് എന്ന് പറയും അല്ലെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോ എന്താ, ഡെയിലി ലൈഫിന്റെ അടുത്ത് പറഞ്ഞ എന്താ, ഒരു സ്കൂളില് 9th-ലും 10th-ലും പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, 2ലും ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവോ? ഇല്ല. എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ അറ്റ് എ ടൈം പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റ് എന്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതെന്തുട്ടാ? എം ടി സെറ്റ് എന്ന് പറയും. അത്രയും കാര്യം നമ്മൾ പറഞ്ഞല്ലേ. അടുത്ത നമ്മൾ പറഞ്ഞ എന്താ, എം ടി സെറ്റിന് വേറെ പല പേരുകൾ പറഞ്ഞു. നൾ സെറ്റ്, വോയിഡ് സെറ്റ്, അതൊക്കെ പറഞ്ഞു. ഓക്കെ. ഇനി എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെന്നെങ്കിൽ എന്തായിരിക്കണം? ലിമിറ്റഡ് എലമെന്റ്സ് ഉണ്ടാവുമ്പോഴോ. അതിപ്പോ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ്, സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോ ഇത് വരും 1, 3 മാത്രമല്ലേ വരുള്ളൂ. അപ്പൊ ഇതൊരു ഫൈനൈറ്റ് സെറ്റാ. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. ഇനി സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയണേ, അപ്പൊ എന്താ വരുന്നത്? 2, 4, 6, 8 എക്സെട്ര കുറെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അൺകൗണ്ടബിൾ ആയിട്ടുള്ള എലമെന്റ്സ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ സെറ്റുകൾ എന്താ പറയുക? നമ്മള് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിക്കേ. A set which is consist of definite number of elements is called finite. A set which consists of definite number of elements is called a finite set. A set which consists of definite number of elements is called a finite set. Otherwise it is called a infinite set. ഓക്കെ. അപ്പൊ ഞാനൊരു സെറ്റ് ചെയ്ത് അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് പറയാം കേട്ടോ. Set of all x such that x belongs to capital N. X അവിടുത്തെ എലമെന്റാ, നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. ആൻഡ് x minus 1 into x minus 2 equal to 0. ഈ സെറ്റ് ഫൈനൈറ്റ് ആണോ? വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദി സെറ്റ്? ഈ സെറ്റിന്റെ സൊല്യൂഷൻ എന്താ? ഇവിടെ എന്താ പറയണേ? എക്സ് എവിടെയുള്ളതാ? നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. ആൻഡ് x minus 1 into x minus 2 equal to 0 എന്നാ പറഞ്ഞേക്കണം. അപ്പൊ നമ്മൾ ഇത് എന്ത് മെത്തേഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്? റോസ്റ്റർ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിലാണോ? സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതിയേക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്താക്കണം? റോസ്റ്റർ ഫോമിലോട്ട് ആക്കണം. റോസ്റ്റർ ഫോമിലോട്ട് ആക്കുമ്പോ എന്ത് വരും? x minus 1 into x minus 2 equal to 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ? x minus 1 equal to 0. അപ്പൊ x എന്ത് കിട്ടും? x ന്റെ വാല്യൂ 1 വരും. And also x minus 2 equal to 0. അപ്പൊ x ന്റെ വാല്യൂ 2 കിട്ടും. അപ്പൊ x ന് 2 വാല്യൂസ് ഉള്ളൂ. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ സെറ്റ് എന്താ വരുള്ളൂ? 1 and 2 മാത്രമേ വരുള്ളൂ. ഇതെന്ത് സെറ്റാ? ഫൈനൈറ്റ്. അപ്പൊ എക്സാമ്പിൾ ഓഫ് ഫൈനൈറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇത് എഴുതിക്കോ. നൾ സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ് കേട്ടോ.
നൾ സെറ്റ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ശരിയാ? ഓക്കെ. ഈ ഒരു സെറ്റിന്റെ ഓൺലൈൻ ആരും വന്നില്ല. ഇനി നോക്കിക്കേ, സെറ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. ഇവിടെ സൊല്യൂഷൻ ആയിട്ട് റോസ്റ്റർ ഫോമിലോട്ട് എഴുതുമ്പോൾ എന്താ വരുന്നത്? ഇതൊരു സെറ്റ് ആണ് അല്ലേ? ഈ സെറ്റിന്റെ റോസ്റ്റർ ഫോം എന്താ? എന്തൊക്കെ വരും? അതായത് എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടണം. അപ്പോ എന്തൊക്കെ വാല്യൂസ് വരും? എക്സിന് 2 -2 വരും. കാരണം എക്സ് എവിടെയുള്ള ആളാന്നാ പറഞ്ഞേക്കണ? ഇറ്റ്സ് ഓൾറെഡി ഗിവൻ എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. -2 എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ അത് എന്ത് സെറ്റാ? ഇതും ഫൈനൈറ്റ് സെറ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാണേ. ഇത് ശ്രദ്ധിക്കണോട്ടെ, ഏത് ഏജിലാണ് ഉള്ളതെന്ന് നോക്കാം. റിയൽ നമ്പർ ആണെങ്കിൽ -2 വരും കേട്ടോ. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ പ്ലസ് മാത്രമേ വരൂ. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ് ഇട്ടാ. എക്സ് സെറ്റ് ഫോർ എക്സ് ആസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ എക്സ് ഈസ് പ്രൈം. ഇത് എന്ത് സെറ്റാ? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. കാരണം എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ കുറെ ഉണ്ടല്ലോ, ഇൻഫൈനൈറ്റ് അല്ലേ? പ്രൈം നമ്പേഴ്സ് ഒപ്പം ഇഷ്ടംമാരെ ഉണ്ടാവും. അപ്പൊ ഇത് എന്ത് സെറ്റാ? ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് സെറ്റിന്റെ എക്സാമ്പിൾ ആയിരിക്കും. എഴുതിയാ? എക്സാമ്പിൾ ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞ എഴുതിട്ട് എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ. ഇനി രണ്ട് സെറ്റുകൾ എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? രണ്ട് സെറ്റിലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും? രണ്ട് സെറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് ഇല്ല. ഇപ്പൊ ആദ്യം 1 2 3 ഇതൊരു സെറ്റ്, 3 2 1 അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയണത്? ഈക്വൽ സെറ്റ് എന്ന് പറയണം. അത് എഴുതണ്ടല്ലോ, എനിക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. ഇനി ഇത് നോക്കിക്കേ, A is equal to 1 2 3, B equal to 2 2 1 3 3. ഇത് രണ്ടും എന്താ? ഈക്വൽ സെറ്റ് ആണോ? രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് എന്താ? മെയിൻ ആയിട്ട് സെറ്റിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് എഴുതാറില്ല. അപ്പൊ ഇത് രണ്ടും എന്താ? ഈക്വൽ സെറ്റാ. കാരണം ഇതിലുള്ള എലമെന്റ്സ് തന്നെയല്ലേ ഇതിലും ഉള്ളത്. ആൻഡ് ദീസ് എലമെന്റ്സ് ആർ ഓൾസോ ലൈൻ ഇത്. അപ്പൊ രണ്ട് സെറ്റും എന്താണ്? ഈക്വൽ സെറ്റ് ആണ്. അത് എഴുതണ്ടല്ലോ. ഓക്കെ. ഇനി എക്സസൈസ് 1.2 എടുക്കട്ടെ എല്ലാരും. ആൻസർ മാത്രം എഴുതിയാൽ മതി, ക്വസ്റ്റ്യൻ എഴുതണ്ട കേട്ടോ. അതില് സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യണം. ഫോർത്ത് വൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യും. 1.2 2 ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടില്ലേ? കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് രണ്ടു കിട്ടില്ല. ഇവിടെ എത്രയുണ്ട്? അപ്പോ താനൊരു ടെക്സ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ഇയാളും കൂടെ വരും, ഫ്രണ്ടിലോട്ട് ഇരിക്കോ. ഒരു ടെക്സ്റ്റ് അവർക്ക് കൊടുക്കും, രണ്ടുപേർക്കും കൂടി. ആ ടെക്സ്റ്റ് അവർക്ക് കൊടുത്തേക്കും. പതിയിരുന്നോട്ടെ, അതും അറിയരുതേ.
പിടിക്കാൻ പറ്റണ്ട, കുഴപ്പമില്ലല്ലോ. ഏ 1.2 2 4. എവിടെ the set of prime numbers less than 99. -2, -3 അങ്ങനെ. Negative will be there, but here അത് ഇൻഫൈനൈറ്റ് ആവാനാ ചാൻസ്. ലെസ് ദാൻ 99 അല്ലേ? നോക്കട്ടെ കേട്ടോ. ഫോർത്ത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്താ ഫോർത്ത്. ഇവിടെ അത് ഫൈനൈറ്റ് ആണെന്നാട്ടോ എഴുതിയേക്കണം. നെഗറ്റീവ് കൺസിഡർ ചെയ്തിട്ടില്ലേ? 99. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഫസ്റ്റ് സെറ്റ് എന്താ? ദ സെറ്റ് ഓഫ് മന്ത് ഓഫ് എൻ ഇയർ ഫൈനൈറ്റ് ആണ്. സെക്കൻഡ് ഇൻഫൈനൈറ്റ്. തേർഡാ ഫൈനൈറ്റ്. ഫോർത്ത് ഗ്രേറ്റർ ദാൻ 100. ഇൻഫൈനൈറ്റ് ആണ്. ഗ്രേറ്റർ ദാൻ 100 അല്ലേ അത്? set of prime numbers less than 99 finite. Okay, then move on to the fourth one. Fourth ഏതൊക്കെയാണ്? എയും ബിയും സെറ്റ് ഒരുപോലെയുള്ള സെറ്റുകൾ. എയും ബിയും ഈക്വൽ ആണല്ലേ? സെക്കൻഡ് വണ്ണില് നോട്ട് ഈക്വൽ, തേർഡില് ഈക്വൽ, ഫോർത്തില് നോട്ട് ഈക്വൽ. Okay, then move on to the fifth one കേട്ടോ. Are the following pairs set are equal? അപ്പൊ അവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി എ എന്ന് പറയുന്ന സെറ്റ് 2 and 3 ആൻഡ് ബി എന്ന് പറയുന്നത് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആണ്. അപ്പൊ അത് സോൾവ് ചെയ്യണം. ഫിഫ്ത് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും. ഇങ്ങനത്തെ ബുക്ക് മെറ്റീരിയൽ കിട്ടിയായിരുന്നോ നിങ്ങക്ക്? കിട്ടിയിട്ടില്ലല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ?
ഫസ്റ്റ് വൺ എന്താ ഫൈനൈറ്റ് ആണോ? ദ ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഫൈനൈറ്റ് ആണോ? ഇൻഫൈനൈറ്റ് ആണ്. രണ്ടാമത്തത് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഫൈനൈറ്റ് ആണ്. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5 ഇൻഫൈനൈറ്റ് ആണ്. ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിംഗ് ഓൺ എർത്ത് ഫൈനൈറ്റ്. ദ സെറ്റ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ. അത്രേ ഉള്ളൂ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണോ? ഫിഫ്ത്തിന്റെ ആൻസർ എത്ര കിട്ടിയ? ഫസ്റ്റ് വണ്ണില് ബിയുടെ സൊല്യൂഷൻ എന്താ കിട്ടിയത്? -2 and -3. അതുകൊണ്ട് അത് നോട്ട് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. ഇനി സെക്കൻഡ് വണ്ണിലോ ഈക്വൽ ആണോ? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ടെക്സ്റ്റ് ഒന്ന് തരാമോ? ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടാ. ഇനി സബ്സെറ്റ് എന്ന് പറയുന്ന ഇതാ. എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. എയിലുള്ള എല്ലാ എലമെന്റ്സും അവിടെ വേണം, ബിയിൽ വരണം. അപ്പൊ അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. നോട്ട് സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കരുത്. എ ഇസ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും അവിടെ ഉണ്ടാവില്ല, ബിയിൽ ഉണ്ടാവില്ല. ഇനി നോക്കിക്കേ, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. ആൻഡ് അഗൈൻ ബി സബ്സെറ്റ് ഓഫ് സി, അല്ല ബി സബ്സെറ്റ് ഓഫ് എ എന്ന് വെച്ചാൽ തിരിച്ച്, അതായത് ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് സബ്സെറ്റുകൾ എന്തായിരിക്കുള്ളൂ? ഈക്വൽ ആയിരിക്കുള്ളൂ. ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്, തിരിച്ച് ബിയിലെ എലമെന്റ്സ് എല്ലാം ഇതിലുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് സെറ്റുകൾ എന്തായിരിക്കുള്ളൂ? ഈക്വൽ സെറ്റ്. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് എല്ലാ സെറ്റിന്റെ എന്താണ്? സബ്സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് വരണേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാരും ഒന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും. കൺസിഡർ ദ സെറ്റ് null set A equal to 1 3, B equal to 1 5 9, C equal to 1 3 5 7 9. ഇതിൽ ആരൊക്കെ ആരുടെയൊക്കെ സബ്സെറ്റ് ആണെന്ന് എഴുതണേ. A equal to 1 3 1 5 9, C equal to എഴുതിയോ? എന്താ അപ്പൊ പറഞ്ഞേ? ഏതൊക്കെ വരും സെറ്റ്? നാല് സെറ്റ് എല്ലാത്തിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. പിന്നെ എ സബ്സെറ്റ് ഓഫ് സി, പിന്നെ ഉണ്ടോ ബി സബ്സെറ്റ് ഓഫ് സി. പിന്നെ അടുത്തത് എഴുതിക്കോ, ഇന്റർവെൽ ആസ് സബ്സെറ്റ് ഓഫ് ആർ. ഇന്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് ആർ ഹെഡിങ്. ഇനി ഓപ്പൺ ഇന്റർവെൽ എന്താണെന്നറിയാം. അതായത് ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. ആർ എന്താ? റിയൽ നമ്പേഴ്സ്. ആൻഡ് എ ലെസ് ദാൻ ബി എന്ന് വെച്ചാൽ എനെക്കാട്ടും ചെറുതാണ് ബി, അല്ല ബിനെക്കാളും ചെറുതാണ് എ. അങ്ങനെ എനിക്ക് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളത് ഡിനോട്ട് y സച്ച് ദാറ്റ് a ലെസ് ദാൻ y ലെസ് ദാൻ b. അതായത് നമ്മളൊരു ഇന്റർവെല് കൺസിഡർ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ലൈൻ എടുത്ത് ഇവിടെ 2 3. അപ്പൊ ഈ കണ്ടീഷൻ വന്നല്ലേ a ആരാ 2 b 3. അപ്പൊ a ലെസ് ദാൻ b ആണല്ലോ, 2 ചെറുതാണ്, അല്ല 3 ചെറുതാണ് 2. ഇനി ഇവിടെ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 2ഉം 3ഉം ഇൻക്ലൂഡ് ചെയ്യാണ്ട് അതിന്റെ ഉള്ളിലുള്ള പോർഷൻസ് ഇല്ലേ, ആ പോർഷൻ ആണ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് a, b എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ 2, 3 അല്ലെങ്കിൽ ഇപ്പോൾ ഇത് 4 ആക്കിക്കോ, 5 ആക്കി. 2, 5 എന്ന് പറഞ്ഞ 2ഉം 5ഉം ഇൻക്ലൂഡഡ് ആണ് ആ ഇന്റർവെല്ലില്? അല്ല. അതിന്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള റിയൽ നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിന്റെ അകത്ത്. മനസ്സിലായ? അപ്പൊ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുമ്പോഴത്തേക്കും 2ഉം 5ഉം അതിനകത്ത് വരില്ല, അതിന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതോ 2, 5 ക്ലോസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 5 ഇൻക്ലൂഡഡ് ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഡാർക്കിൻ ചെയ്ത് വരയ്ക്കും. ഇതെന്താക്കും, ഇതൊന്ന് ഓപ്പൺ ആക്കി വരയ്ക്കും. ആൻഡ് ഷെയ്ഡഡ് ദിസ് റീജിയൻ, ഈ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, 2 ഇൻക്ലൂഡഡ് ആണോ ഇവിടെ? അല്ല, ബട്ട് 5 ഈസ് ഇൻക്ലൂഡഡ്. അതുകൊണ്ടാണ് 5 സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തത്, നമ്മളിവിടെ ഡാർക്കിൻ ചെയ്ത് കൊടുത്തത്. ഇതെന്താ പറയണ, ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ. അപ്പൊ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാലോ 2, 5 ഇങ്ങനെ വരും. ഇനി 2 ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, 2 ഇൻക്ലൂഡഡ് ആയിരിക്കുള്ളൂ ആ ഇന്റർവെല്ലിൽ. അപ്പൊ ജസ്റ്റ് റൈറ്റ് ദിസ്. അപ്പൊ ഇതിനെ നമ്മള് അടുത്തായിരിക്കും the interval which contains the endpoints called closed interval. The interval which contains the endpoints എന്ന് പറയുമ്പോൾ ഇപ്പൊ 2 3 എടുത്തില്ല, 2 5 എടുത്തില്ല, അതുപോലെ the interval which contains the endpoints is called closed interval. Usually it is denoted by closed interval a, b. And which is given by എങ്ങനെ വരും, set of all x such that a less than or equal to. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ എന്താണെന്ന് അറിയാലോ, ആ സാധനം ഇൻക്ലൂഡഡ് ആണ്, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഇന്റർവെലിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും, the interval which does not contain the end point is called open interval. അതിന്റെ ഒന്ന് എഴുതിക്കേ, സെറ്റ്. ആ ഇത് നിങ്ങൾ തന്നെ എഴുതുക കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ എഴുതിക്കേ. The set set of all x belongs to R the set either. Write this set into the set builder form. Set builder form ഏതാണ്? സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതണം? അല്ല, ഇത് സെറ്റ് ബിൽഡറിലല്ല കിടക്കണത്, റോസ്റ്റർ ഫോമിൽ.
ഓക്കെ അല്ലേ? അത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിച്ചു. അടുത്തത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ സബ്സെറ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലെ? സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ ഉണ്ടാവും ഒരു സുപ്പീരിയർ സെറ്റ് ഉണ്ടാവും അല്ലെ? അതിന്റെ താഴെയുള്ള സബ്സെറ്റുകൾ വരുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ നാച്ചുറൽ നമ്പറിന് ഒരു സുപ്പീരിയർ സെറ്റ് ആയിട്ട് വെച്ച് സെറ്റ് ഫോർ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന്റെ താഴെ വരുന്ന എന്തോരം സെറ്റുകളുണ്ട്? ഈവൻ നമ്പേഴ്സ് വരും, ഓൺ നമ്പേഴ്സ് വരും, പ്രൈം നമ്പേഴ്സ് വരും. അപ്പോൾ ഈ നാച്ചുറൽ നമ്പറിൽ നമ്മൾ ഈ സുപ്പീരിയർ സെറ്റിനെ പറയുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സുപ്പീരിയർ ആയിരിക്കും. അതായത് എല്ലാ സബ്സെറ്റുകളുടെ ഒക്കെ ഏറ്റവും വലിയ സെറ്റ് ആയിരിക്കും യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ അതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഫോർ നമ്മൾ ഡെയിലി ലൈഫ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഹ്യൂമൻ പോപ്പുലേഷൻ സ്റ്റഡീസ് എടുക്കുകയാണ് നമ്മൾ. അതായത് ഹ്യൂമൻ പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ആൻ ഏരിയ, ഒരു ഏരിയയിലുള്ള ഹ്യൂമൻ പോപ്പുലേഷൻ സ്റ്റഡി എടുക്കുകയാണ്. അപ്പൊ അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് എന്തായിട്ട് വരും? ദ സെറ്റ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ സ്റ്റഡി ഓഫ് ദ വേൾഡ്. വേൾഡിലുള്ള പോപ്പുലേഷന്റെ സ്റ്റഡിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ആര്? ഒരു ഏരിയയിലെ സ്റ്റഡികൾ. അപ്പൊ സുപ്പീരിയർ സെറ്റിനെ പറയുന്നതാണ് നമ്മൾ എന്ത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് യു വെച്ചിട്ടാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എക്സസൈസ് 1.3 എടുക്കട്ടോ. നോട്ട് യൂണിവേഴ്സൽ സെറ്റാ? അങ്ങനൊന്നും ഇല്ലല്ലോ. നോട്ട് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടോ? ഇനി നോക്കിക്കേ, അതായത് നോക്കിക്കേ, നമ്മള് ഈ യൂണിവേഴ്സൽ സെറ്റ് നാച്ചുറൽ നമ്പർ ആയിട്ട് എടുത്തോ. അപ്പൊ നാച്ചുറൽ നമ്പറിന്റെ ഉള്ളില് വരാത്ത ഏത് സെറ്റാ ഉള്ളത്? റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് നാച്ചുറൽ ഉള്ളിൽ വരില്ലല്ലോ, നെഗറ്റീവ് നമ്പേഴ്സും വരും അതിന്റെ അകത്ത്. അപ്പോ ആർ ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലാത്തൊരു എലമെന്റാ. എലമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? സബ്സെറ്റിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ആർ ഈസ് സബ്സെറ്റ് ഓഫ് യു എന്ന് എഴുതാം, അല്ലെങ്കിൽ നോട്ട് എലമെന്റ് എന്ന് എഴുതാം. എലമെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു സെറ്റിന്റെ ഉള്ളിൽ എലമെന്റ് ആണെങ്കിൽ നമുക്ക് അത് എങ്ങനെ എഴുതാം? ഈ പോലെ യൂസ് ചെയ്യാം. സബ്സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ യൂസ് ചെയ്യാം. സബ്സെറ്റ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത, സബ്സെറ്റ് എലമെന്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എലമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ അതിന്റെ അകത്ത്. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എന്താവും? ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവും? അതിലുണ്ടാവും. ഇനി എക്സസൈസ് 1.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സബ്സെറ്റ് ആണോ നോട്ട് സബ്സെറ്റ് ആണോ എന്ന് കാണിക്കണം. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ജസ്റ്റ് ആൻസർ മാത്രം കേട്ടോ.
ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞവര് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. തേർഡ് കഴിഞ്ഞോ? എത്ര പേര് കഴിഞ്ഞ്? തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? തേർഡ് കഴിഞ്ഞൊരു ഫോർത്ത് ചെയ്യട്ടോ. ക്ലാസ്സിൽ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. നിങ്ങളുടെയോ കഴിഞ്ഞോ? നിങ്ങളുടെയോ കഴിഞ്ഞിട്ടില്ല. എക്സസൈസ്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഫോർത്ത് ചെയ്യാനുള്ള ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വണ്ണല്ലേ സബ്സെറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് എഴുതാല്ല ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും എക്സ് ഇസ് എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 10 ഓഫ് യുവർ സ്കൂൾ എക്സ് ഇസ് എ സ്റ്റുഡന്റ് ഓഫ് സ്കൂൾ സബ്സെറ്റ് ആയിട്ട് വരും അല്ലേ ഇനി എക്സ് ഇസ് സർക്കിൾ ഇൻ ദ പ്ലെയിൻ എക്സ് ഇസ് സർക്കിൾ ഇൻ ദ പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് അതിൽ ഏതാ സബ്സെറ്റ് നോട്ട് സബ്സെറ്റ് ഇനി എക്സ് ഇസ് എ ട്രയാംഗിൾ ഇൻ ദ പ്ലെയിൻ എക്സ് ഇസ് എ റെക്ടാംഗിൾ ഇൻ ദ പ്ലെയിൻ സബ്സെറ്റ് ആണോ അല്ല എക്സ് ഇസ് എ ഈക്വൽ ആയിട്ട് ട്രയാംഗിൾ ഇൻ ദ പ്ലെയിൻ എക്സ് ഇസ് എ ട്രയാംഗിൾ ഇൻ ദ സെയിം പ്ലെയിൻ സബ്സെറ്റ് ആയിരിക്കും എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ എക്സ് ഇസ് എൻ ഇന്റീജർ സബ്സെറ്റ് ആണ് ഓക്കെ അടുത്ത ഫോർത്ത് ആണ് അല്ലേ അപ്പൊ അതില് എ എന്ന് പറയുന്നത് 1, 2, സെറ്റ് 3, 4 അപ്പൊ നോക്കിയേ ഇത് ഈ ഒരു സെറ്റിന്റെ അകത്ത് വേറൊരു സെറ്റ് വന്നേക്കണേ 3, 4, 5 പിന്നെ നോക്കിക്കേ ഈ സെറ്റ് 3, 4 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണോ 3, 4 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണോ കാരണം എന്താ അല്ല എന്ന് പറയാ എക്സ്ട്രാ എക്സ്ട്രാ ബ്രാക്കറ്റ് വേണം അത് മാത്രല്ല ഇത് എലമെന്റ് ആണ് ഇതിന്റെ ഇത് ഈ 3, 4 എന്ന് പറയുന്നത് ഇതിന്റെ എലമെന്റ് പക്ഷെ സബ്സെറ്റ് ആവണമെങ്കിൽ എന്ത് വേണം ഈ ഒരു ബ്രാക്കറ്റ് വേണം അപ്പൊ ആദ്യത്തെ എന്താ ഫോൾസ് ആണ് വിച്ച് ഇസ് നോട്ട് സബ്സെറ്റ് ഓഫ് എ പക്ഷെ അതെന്താണ് എലമെന്റ് ആണ് എഴുതാം 3, 4 is an element of A but it is not subset of A ഇനി അടുത്ത എന്താ ബി പാർട്ട് എന്താ 3, 4 എലമെന്റ് ഓഫ് എ ആണ് അല്ലാതെ നമ്മൾ പറഞ്ഞു ഇനി അടുത്ത എന്താ അടുത്ത ശരിയല്ലേ ഇങ്ങനത്തെ സെറ്റ് ഓഫ് 3, 4 എന്താണ് സബ്സെറ്റ് ഓഫ് എ ആണ് ഓക്കെ മനസ്സിലായില്ലേ ഇവന് അടുത്തത് ഏതാ 1 is subset of A element of A correct ആണോ ഇനി 1 is subset of A 1 സബ്സെറ്റ് ആണോ ഇല്ല അപ്പൊ സബ്സെറ്റ് അല്ല ബ്രാക്കറ്റ് ഇല്ലാത്തോണ്ട് ഇനി 1, 2, 3 സെറ്റ് 1, 2, 5 സബ്സെറ്റ് ആണോ എഫ് എ സബ്സെറ്റ് ആണ് 1, 2, 3 എന്ന് പറയണതിൽ എല്ലാ എലമെന്റ്സ് എവിടെയുണ്ട് എയിലുണ്ട് അപ്പൊ 1, 2, 5 സബ്സെറ്റ് ഓഫ് എ ആണ് ഇനി അടുത്തത് ഏതാ 1, 2, 3 1, 2, 3 സബ്സെറ്റ് ആകോ സെറ്റ് ആകോ അറിഷോ 1, 2, 3 അല്ല കാരണം 3 അതിന്റെ ഉള്ളിൽ നടക്കണ ആ സെറ്റിനുള്ളിൽ നടക്കണത് അല്ലെ അപ്പൊ അത് സബ്സെറ്റ് ആവൂല
ആ 1 to 5 ആ 1 to 5 എന്ന് പറയണത് എന്താണ്? എലമെന്റ് ഓഫ് എ എന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാകോ? എലമെന്റ് ഓഫ് എ എന്നാണോ ക്വസ്റ്റിൽ കൊടുത്തേച്ചത്? വൺ ടു ഫൈവ് ഉണ്ടല്ലോ അതിന്റെ അകത്ത്. പക്ഷേ നോട്ട് എലമെന്റ് എന്നാ കൊടുത്തേക്കണം. അതെന്താ അങ്ങനെ കൊടുത്തേക്കണം? സബ്സെറ്റ് ആണ്. എലമെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുള്ളൂ? ബ്രാക്കറ്റ് ഇല്ലാണ്ട് 1 to 5 ഇതിൽ സെറ്റ് എഴുതിയിട്ടാ തന്നേക്കണം അവര്. പിന്നെ അടുത്തത് ഏതായിരുന്നു? 1 2 3. 1 2 3 സെറ്റ് 1 2 3 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണ്. ഈസ് ഇൻകറക്റ്റ്. കാരണം എന്താ? 3 എന്തിന്റെ ഉള്ളിൽ അടക്കണം? ഇതിന്റെ ഉള്ളിൽ അടക്കണത്. ഓക്കെ. Then 5 is an element of a. 5 എലമെന്റ് ആണോ? 5 എലമെന്റ് ആണ്. അതിന്റെ ഉള്ളിൽ ഉണ്ടോ 5? എലമെന്റ് അല്ല. 5 എന്തിന്? എല്ലാ സെറ്റിന്റെ സബ്സെറ്റ് എന്നല്ലേ പറഞ്ഞ? 5 is a subset of every set എന്നാ ഞാൻ പറഞ്ഞത്. 5 is not an element of every set. 5 എല്ലാ സെറ്റിന്റെ സബ്സെറ്റ് ആണ്, പക്ഷെ എല്ലാത്തിന്റെ എലമെന്റ് അല്ല. അത് കറക്റ്റ് ചെയ്തോട്ടെ. 5 is an element of A is incorrect. 5 is not an element of A, but 5 is subset of A. ഇനി വേറൊരു കാര്യം, സെറ്റ് 5 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് എ ആണോ? അല്ല. വെറുതെ 5 എലമെന്റ് ഓഫ് എ ആണ്, സബ്സെറ്റ് ഓഫ് എ ആണ്. പക്ഷെ സെറ്റ് 5 is not subset of A. ഇത്ര ഈ ക്വസ്റ്റ്യൻസ് തന്നെ എന്തായാലും ചോദിക്കുന്നത്. ജസ്റ്റ് റഫ് ചെയ്തിട്ട് പോണേ. അത് വെച്ചിട്ട് അതായത് സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് പറയുമ്പോ എന്താ? പ്ലെയിനിലുള്ള സർക്കിളുകളെല്ലാം വരും. കുറെ സർക്കിൾ ഉണ്ടാവുമല്ലോ. സർക്കിളിന്റെ റേഡിയസ് എന്ത് വരെയാകാം? ഹയർ നമ്പർ വരെയാകാം. അതെന്ന് പറയുന്നത് ഒരിക്കലും റേഡിയസ് 1 യൂണിറ്റ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ടാവും? മാക്സിമം പോയ 1 യൂണിറ്റ് എന്ന് പറയുമ്പോ എന്താ? ഒന്നില്ലെങ്കിൽ 1 സെന്റിമീറ്റർ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. പക്ഷെ ആ ഒരു സെറ്റ് 1 കിലോ, ഇതിപ്പോ 1 സെന്റിമീറ്റർ ഉള്ള ഇത്, ഇതിന്റെ ഉള്ളിൽ തന്നെ കുറെ വേറെ അതിലും വലിയ സർക്കിൾസ് വരുമല്ലോ. പ്ലെയിനിലുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലുതായിരിക്കും. അതിന്റെ റേഡിയസ് 1 യൂണിറ്റിനെക്കാളും മേലെ ആയിരിക്കും. എങ്ങനെ വന്നാലും ചിലപ്പോ 2 ആണെങ്കിൽ അതിനും മേലെയുള്ള നമ്പർ ഇല്ലേ? ഏതാ? മനസ്സിലായില്ല. സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്നല്ലേ പറഞ്ഞേക്കണം. ആ സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വലിയ സർക്കിൾ, എല്ലാ സർക്കിളുടെയും കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയണ? സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് പറയണം. അവിടെ ഏറ്റവും വലിയ റേഡിയസ് ഉള്ള സർക്കിൾ വരെ ഉണ്ട്. സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് വെറുതെ മെൻഷൻ ചെയ്താൽ അതിലെല്ലാ സർക്കിളും ഉണ്ട്. ഏറ്റവും വലിയ സർക്കിൾ ആയിട്ടുള്ള, നമുക്കറിയില്ല ഏറ്റവും വലിയ സർക്കിളിന്റെ റേഡിയസ് എന്താണ്, ആ സർക്കിൾ വരെ അതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിലൊരിക്കലും എന്ത് വരില്ല? ഈ 1 യൂണിറ്റുള്ള സർക്കിൾ വന്നിട്ട് അതിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ വലിയ സർക്കിളിൽ, അപ്പൊ സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സർക്കിൾ ആണല്ലോ. അതൊരിക്കലും എന്തിന് സബ്സെറ്റ് ആയിരിക്കില്ല? 1 യൂണിറ്റുള്ള സർക്കിൾ ഇൻ ദ പ്ലെയിനിൽ സബ്സെറ്റ് ആയിരിക്കില്ല. ടെക്സ്റ്റ് ഒന്ന് വരാമോ? അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. Write the following set in the set builder form.
ചെയ്താ. ഇനി അതില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം എക്സസൈസില. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർ ആസ് എ യൂണിവേഴ്സൽ സെറ്റ്? ജസ്റ്റ് നോക്കിയിട്ട് പറയാം. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് പറയാമല്ലോ അത് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും. ആ എയും ബിയും സെയിം തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരുന്നത് ആ ഓപ്ഷനിൽ ഏതാണെന്നാ? ഏതാ ലാസ്റ്റ് വൺ? ഏതാ ലാസ്റ്റ് വൺ ആണോ? തേർഡ് വൺ അല്ലേ? സീറോ. ആ ക്വസ്റ്റ്യൻ തന്നേക്കണ സെറ്റിൽ നോക്കി അതിൽ സീറോ ഇല്ലേ? ആ ഇനി നമ്മളോട് പറഞ്ഞേക്കണ അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾക്ക് ദ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ്. അതിന്റെ എന്തായിരിക്കും? വൺ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്? യൂണിവേഴ്സൽ സെറ്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾ ഇൻ ദ പ്ലെയിൻ, അത് ഇതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗൺസ് ആർ ദ ക്ലോസ്ഡ് ഫിഗർ ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 3 sides and 3 angles. അപ്പൊ ഇതല്ലാണ്ട് ഇപ്പോ റെക്ടാങ്കിള് അതെല്ലാം പോളിഗൺസ് ആണല്ലോ. അതിൽ ഏറ്റവും ചെറിയ പോളിഗൺ ആണ് ട്രയാങ്കിൾ. അതും എന്തായിട്ട് വരാം? യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരാം. ഇനി അടുത്തത് ദ സെറ്റ് ഓഫ് ഓൾ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 2 sides ഈക്വൽ ആയിരിക്കും. അതിലും സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വരാം. ട്രയാങ്കിൾസ് ഇൻ ദ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ അത് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളവര്. അതിനൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. പവർ സെറ്റ് എന്താന്ന് ഞാൻ പറഞ്ഞ? പവർ സെറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല. പവർ സെറ്റ് നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷൻ ആണോ? പി ഓഫ് എ എന്ന് പറഞ്ഞിട്ട് പഠിച്ചായിരുന്ന? ഇല്ലല്ല. അപ്പൊ ഡിലീറ്റഡ് പോർഷൻ, അത് വേണ്ട. അത് ഡിലീറ്റഡ് പോർഷൻ ആണ്. അടുത്തത് വെൻ ഡയഗ്രം ആണ്. ഹെഡിങ് ആയിരിക്കും വെൻ ഡയഗ്രം. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെറ്റും യൂണിവേഴ്സൽ സെറ്റ് ഒക്കെ നമുക്കൊരു ഡയഗ്രം ആയിട്ട് വരക്കാം. അപ്പൊ അതിൽ ബേസിക്കലി യൂണിവേഴ്സൽ സെറ്റ് എന്തിന്റെ ഉള്ളിലാണ് വരയ്ക്കുന്നത്? ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ഉള്ളിലാണ്. റെക്ടാങ്കിൾ ഷേപ്പിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. ആൻഡ് സെറ്റ് എന്താ ഡിനോട്ട് ചെയ്യണത്? സർക്കിൾസ് ആണ് നമ്മൾ സെറ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യണത്. ഇനി അതിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് നമ്മൾ എന്താ കഴിക്കണം? ഡോട്ടഡ് ലൈൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണെന്ന് വിചാരിച്ചോ. ഇതിലുള്ള 3 എലമെന്റ്സ് ആണ്, 3 എലമെന്റ്സ് ആണ് ഇതിന്റെ അകത്തുള്ളത്. 1, 2, 3. മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സൽ സെറ്റിനകത്ത് വേറെ കുറെ എലമെന്റ്സ് ഉണ്ട്. 6, 8, 9. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിലെ മൊത്തം എലമെന്റ്സ് എന്തൊക്കെ വരും? ഈ സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ആരുടെ എലമെന്റാ? യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സാ. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള എലമെന്റ്സും ആരുടെ എലമെന്റാ? യൂണിവേഴ്സൽ സെറ്റിന്റെ എലമെന്റ്സ് ആണ്. അപ്പൊ വെൻ ഡയഗ്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെറ്റ് ഡിനോട്ട് ചെയ്യാം. സ്ക്വയർ റെപ്രസെന്റ് ചെയ്യണത് യൂണിവേഴ്സൽ സെറ്റ്. ഇതുകൾ റെക്ടാങ്കിൾ സർക്കിൾസ് ആണ് സെറ്റുകൾ ഇതാക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് നമ്മൾ ഡോട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി 2 സെറ്റുകൾ ഇതിപ്പോ 2 ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല അല്ലെ? രണ്ടിനും വേറെ വേറെ എലമെന്റ്സ് ആണ്. ഇതിന് വേണമെങ്കിൽ 2ഉം 3ഉം കൊടുക്കാം. 4ഉം 5ഉം എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി ചില സെറ്റുകൾ എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ സെറ്റുകൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ ഇതിലെ കോമൺ എലമെന്റ്സ് എവിടെ വരണം? ഏത് പോർഷനിൽ വരണം? ഇവിടെ വരണം. ഇപ്പൊ 2, 5 2 കോമൺ ആണെങ്കിൽ 2ഉം 3ഉം ഇവിടെ വരയ്ക്കാം. 4ഉം 5ഉം. ഈ 5 എന്ന് പറയുന്നത് 2 സെറ്റിന്റെ എലമെന്റ് ആണ്. And which is an element of also in the universal set. Universal സെറ്റിലെ എലമെന്റ്സ് ആണ് ഇവരെല്ലാവരും. ഇനി നമ്മൾ പറയണേ ഒരെണ്ണത്തിന് സബ്സെറ്റ് വരയ്ക്കണം. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് 1 and 2, ബി എന്ന് പറയുന്നത് 1, 2, 3,
4 ആണ്. അപ്പൊ അത് വരയ്ക്കുമ്പോ ആദ്യം നമ്മൾ ആരെ വരയ്ക്കണം? ബി ഫസ്റ്റ് വരയ്ക്കണം. അതിന്റെ ഉള്ളിലായിരിക്കണം ആരെ വരയ്ക്കേണ്ടത്? എനെ വരയ്ക്കേണ്ടത്. ഇനി എലമെന്റ്സ് എഴുതുമ്പോ എങ്ങനെ എഴുതും നമ്മള്? 1 and 2 എവിടെ എഴുതണം? എന്റെ ഉള്ളിൽ വരണം അല്ലെ? എ ഇത്, ബി ഇത്. 1 ഉം 2 1 ഇവിടെ 2 ഇവിടെ അങ്ങനെ എഴുതരുത്. എന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ആയതുകൊണ്ട് നമ്മള് 1 ഉം 2 അവിടെ എഴുതുക. ഈ ബാക്കിയുള്ള ഏത് എലമെന്റ് ഇവിടെ ഇല്ലാത്തത്? 1 ഉം 2 നമ്മൾ ഓൾറെഡി എഴുതിയല്ലേ? 3 ഉം 4 എഴുതുക. 3 ഉം 4 ഈ എവിടെയെങ്കിലും എഴുതുക, ഇതിന്റെ ഉള്ളില്. ഇനിയും കൊണ്ട് 3നെ 4നെ അതിന്റെ ഉള്ളിൽ എഴുതി വെക്കരുത് കേട്ടോ. പിന്നെ ഇതിൽ ഇല്ലാത്ത ചിലപ്പോൾ ഒരു എലമെന്റ് വേണമെങ്കിൽ ചിലപ്പോൾ 5 ഉണ്ടാവും, അത് പുറത്തായിരിക്കുള്ളൂ. വെണ്ടയ്ക്കൻ ഇങ്ങനെ വരയ്ക്കണം, ജസ്റ്റ് നോക്കി വെച്ചോ. പഠിച്ചായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ? ബുക്ക് കൊണ്ടുവന്നാ? മറന്നുപോയി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ബുക്ക് കൊണ്ടുവന്നോ കേട്ടോ, എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആ ബുക്ക് ഒരു ബുക്ക് കൊണ്ടുവരണം, ചെറിയ ഏതെങ്കിലും ബുക്ക്, ഒരു 100 പേജസിന് എന്തെങ്കിലും മതി. അപ്പൊ അതിന് ഞാൻ എക്സാം മാത്രം ഇടാറുള്ളൂ. എല്ലാ ക്ലാസ്സിലും എടുക്കാറുണ്ട് എക്സാം. ഒരു 5 മാർക്കിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ ആ ബുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യണം, വെച്ചിട്ട് പോകണമെന്ന്. അവര് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? നിങ്ങൾ എവിടെ ബുക്ക്? അവിടെ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ബാക്കിൽ വല്ലതും ചെയ്താൽ മതി. എല്ലാരും ബുക്ക് മറ്റേ നോട്ട് ബുക്ക് അടച്ചോട്ടാ, ബാക്ക് എടുത്തോ, ബാക്ക് സൈഡിലൂടെ. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കൂ ജസ്റ്റ്, കഴിഞ്ഞ എക്സാമിന്റെ കേട്ടാ. മുമ്പത്തെ പഠിച്ചായിരുന്നില്ലേ? ക്ലാസ് എടുത്തായിരുന്നില്ലേ? സെറ്റ് എടുത്തായിരുന്നാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ,